ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന അതിഗംഭീരമായൊരു സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അമരത്തെക്കുറിച്ചിട്ട് നമ്മുടെ സ്വന്തം മധു അമ്പാട്ട് പറഞ്ഞൊരു വാക്ക്. അന്ന് ഈ സിനിമ എടുക്കാൻ ആകെ 18 ദിവസം എടുത്തു എന്ന് പറയുന്നത്. ഒരു സിനിമ, ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും വലിയ പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമ എടുക്കാൻ വെറും 18 ദിവസം ആയുള്ളൂ എന്ന് പറയുന്നു. അതിൽ അദ്ദേഹം പറയുന്നൊരു വാക്കെന്ന് വെച്ചാൽ, ഈ പ്രീ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഓൺ ദ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്താണ്. പിന്നെ എല്ലാവരും മികച്ച ആർട്ടിസ്റ്റുകളായിരുന്നാൽ വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റി എന്നാണ് മധു അമ്പാട്ട് പറയുന്നത്. ശരി തന്നെയാണ്. ശരിക്കും ആ ഒരു സിനിമയിൽ മികച്ച നടന്മാരെന്ന് പറയുന്നത് മുരളിയും, അതുകൊണ്ട് എന്താ പറയുക, ഈ മമ്മൂട്ടിയും ചേർന്നിട്ട് പല സീനുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയും ഈ മുരളിയും ചേർന്നിട്ടുള്ള പല സിനിമകളും ഭയങ്കര രസമായിരിക്കും. കാരണം രണ്ടുപേരും പീക്ക് ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസ്. കാരണം ഒരു ഡയറക്ടർ എന്താണ് ആവശ്യപ്പെടുന്നത് അത് എത്ര മനോഹരമായി ചെയ്യാൻ പറ്റും അത്ര മനോഹരമായിട്ട് ആ സിനിമയ്ക്ക് ചെയ്യാൻ നമ്മുടെ എന്താ പറയുക, ഈ രണ്ട് ആർട്ടിസ്റ്റിനും പറ്റും. കാരണം അത് എന്താണ് ഡയറക്ടർ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കുകയാണ് അവരുടെ പരിപാടി. ഈ രണ്ടുപേരുടെ കോമ്പിനേഷൻ തന്നെയാണ് ആ സിനിമയിൽ അടിപൊളി എന്ന് പറയാൻ പറ്റും. എനിക്ക് അത്രമാത്രം ആ സിനിമയ്ക്ക് പറയാൻ പറ്റും. കാരണം മമ്മൂട്ടിയുടെ ചില സമയത്തുള്ള എക്സ്പ്രഷനൊക്കെ, ഈ എന്താ പറയുക, ഈ വികാര ആ ഒരു പാട്ടിൽ മമ്മൂട്ടി ഇങ്ങനെ സങ്കടപ്പെട്ട് മണ്ണിങ്ങനെ, ആ ഒരു പൂഴ് മണലുണ്ടല്ലോ ഈ കടൽ തീരത്തുള്ളത്, അതിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ട്. എൻ്റെ മോനെ, അതൊന്നും ഒരു കാലത്ത് ഒരു ആർട്ടിസ്റ്റിന് ഈ ലോകത്ത് പറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള. കാരണം ചില സമയത്ത് അച്ചൂട്ടിയും ഇവരും കൂടി നമ്മുടെ മമ്മൂട്ടിയും കൂടെയുള്ള പല സീൻസിലും നമ്മുടെ ചിലപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ സ്വന്തം മമ്മൂട്ടിയും ഈ മുരളിയും കൂടി ഉള്ള ചില സീൻ എൻ്റെ മോനെ, അയ്യോ ഒരു രക്ഷയില്ല സീനുകളാണ്. കാരണം അത് 18 ദിവസം കൂടി ഈ സിനിമ എടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് തന്നെ ആശ്ചര്യം. കാരണം ആ സിനിമ കണ്ട ഒരു മനുഷ്യൻ പറയില്ലേ 18 ദിവസം വന്ന്. കാരണം ചിലപ്പോൾ അതിലുള്ള ആർട്ടിൻ്റെ ടെക്നിക്കൽ ടീം മെമ്പേഴ്സ് പറയും. പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾ, പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക്, ഈ പുറം ലോകത്തുള്ള ആൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ സിനിമ 18 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. കാരണം അത്രമാത്രം വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയും മുരളിയും, പിന്നെ അതോടൊപ്പം തന്നെ പല ആർട്ടിസ്റ്റുകളും, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന അശോകനായിക്കോട്ടെ, അതിന് ചിപ്പി, അവരുടെയൊക്കെ തന്നെ നല്ല നല്ല പെർഫോമൻസ്. കാരണം ഒരിക്കലും ഒരു കടപ്പുറവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സിനിമ ചിലപ്പോൾ നമ്മൾ മുമ്പ് വന്നിരിക്കുന്നത് ചെമ്മീനായിരുന്നു. പക്ഷേ ചെമ്മീനിനെ അതൊരു വേറൊരു ടൈപ്പ് ഓഫ് മൂവിയായിരുന്നു. അതിനൊരിക്കലും നമ്മളൊരു കുറവ് പറയാൻ പറ്റില്ല, അന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത സാധനം. പക്ഷേ അതിനുശേഷം അതേ ഒരു കടൽ പശ്ചാത്തലത്തിൻ്റെ ഒരു ബുക്കുവിൻ്റെ വേഷത്തിന് മമ്മൂട്ടി വരുന്നു പറയുമ്പോൾ തന്നെ എന്താണ് മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മമ്മൂട്ടി എന്ന അതിലെ ആർട്ടിസ്റ്റ്, എനിക്ക് എടുത്ത് പറയേണ്ട സീൻ പലതും നമ്മുടെ ഈ എന്താ പറയുക, മമ്മൂട്ടിയും മുരളിയും കൂടി നിന്നിട്ട് ഒരു ചെറിയ ഇമോഷണൽ സീനൊക്കെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ജീവിക്കുകയാണെന്ന് പോലും പറഞ്ഞു പോകും. അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ 18 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കിപ്പോൾ ഈ ഒരു ന്യൂസ് മറ്റേ മധു അമ്പാട്ട് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യമായി. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരിക്കലും സംഭവിക്കുമോ? കാരണം 18 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു സിനിമ, അത് ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമ എങ്ങനെ ചെയ്യാൻ പറ്റി എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന പരിപാടിയില്ല. കാരണം മമ്മൂട്ടി എന്ന ആർട്ടിസ്റ്റ് പിന്നെ അറിയാമല്ലോ, മമ്മൂട്ടി പറയുമ്പോൾ ഇൻ്റർനാഷണൽ ഹീറോ ആണ് ഇപ്പോൾ. കാരണം ബ്രഹ്മയുഗം വന്നതോടുകൂടി ഇൻ്റർനാഷണലി ആളിപ്പോൾ ഒരു വലിയ സംഭവം മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് സമയം എടുത്തു നമ്മൾ ഇൻ്റർനാഷണലി ഒരു പോപ്പുലാരിറ്റി കിട്ടാനായിട്ട്. പക്ഷേ പണ്ട് അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ അത്രയും മനോഹരമാണ്. കാരണം അന്ന് അദ്ദേഹത്തിന് വലിയ ഒരു പബ്ലിക്കിലായിട്ട് ആരും തന്നെ വലുതായിട്ട് അദ്ദേഹം സപ്പോർട്ടൊന്നും എനിക്ക് തോന്നില്ല. അദ്ദേഹത്തിന് വലിയ സപ്പോർട്ടൊന്നും രാഷ്ട്രീയപരമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയപരമായിട്ട് സപ്പോർട്ടൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് പോപ്പുലാരിറ്റി PR വർക്കൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ മമ്മൂട്ടി എന്ന വ്യക്തിക്ക് അങ്ങനെ PR വർക്കും അങ്ങനെയൊന്നുമില്ല. ആൾ സിനിമ ചെയ്യണം, സിനിമ ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി, സിനിമയ്ക്ക് വേണ്ടി മാത്രം ഭ്രാന്തായിട്ട് നടക്കുന്ന മനുഷ്യനെ. ഈ ലോകത്ത് എവിടെയെങ്കിലും നല്ല സ്റ്റോറി ഉണ്ട് അവിടേക്ക് ചാടി ഓടിപ്പോയി ഒരു കഥ കേട്ടിട്ട് അത് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ തന്നെ അയാൾ സ്വന്തം പ്രൊഡക്ഷൻ വെച്ച് ചെയ്യിക്കും. അതാണ് അങ്ങനെ ഒരു കിറുക്ക് പിടിച്ച മനുഷ്യൻ പോലും എനിക്ക് തോന്നി. കാരണം അത്രമേ ഒരു സിനിമയും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലും പാഷനേറ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അത് ഒരു പ്രൊഫഷനോട് നമ്മൾ എങ്ങനെ പാഷനേറ്റ് ആവണമെന്നതിനെ കുറിച്ച് ശരിക്കും മമ്മൂട്ടിയെ കണ്ട് പഠിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പൈസയല്ല വേണ്ടത്, നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് നമ്മൾ അതിലേക്ക് ഇറങ്ങി 100% അതിൽ എത്രമാത്രം ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് അദ്ദേഹം വ്യാകുലപ്പെടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തി. അത് മമ്മൂട്ടി എന്ന വ്യക്തിക്കാണ് വേറെ ഒറ്റയാൾക്കും പറ്റില്ല. അതിനുവേണ്ടി സ്വന്തം ശരീരം അതിനുവേണ്ടി എന്താ പറയുക മാറ്റി വെച്ചിരിക്കുന്നത്. കാരണം ഈ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാശ് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡും അതും ഇതും എന്തും ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട, ഉപ്പും മുളകും ഇല്ലാത്ത ഫുഡ് കഴിക്കും.
എന്താ വെച്ചാൽ എനിക്കത് മതി, എൻ്റെ ആവശ്യം അത് മതി എന്ന് പറയുന്നതിൽ എനിക്കത് മാറുന്നു. കാരണം മമ്മൂട്ടി എന്നൊരു പറഞ്ഞൊരു സിലബസ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ മമ്മൂട്ടിൻ്റെ പല കാര്യങ്ങളും നമ്മൾക്കിപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റും. മമ്മൂട്ടിൻ്റെ എന്തോരം കാര്യം നല്ല ഗുണങ്ങൾ, ഒരു പൊതു സ്ഥലത്ത് ഇങ്ങനെ പെരുമാറണം, പൊതു സ്ഥലത്ത്, അതൊക്കെ അതിൻ്റെ ഒബ്സർവേഷനാണ്. അപ്പോൾ ആ ഒരു ഒബ്സർവേഷൻ തന്നെ ആയിരിക്കും അദ്ദേഹം സിനിമയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് ആ വ്യക്തി ഉണ്ടാവുക കുറിച്ച് പഠിച്ച് അതിന് ഏറ്റവും പഠിച്ചിട്ടേക്ക് അദ്ദേഹം ചെയ്യാം. ഇല്ലാതെ ചുമ്മാ ഒരു കഥ കേട്ടുകൊണ്ട് അവിടെ പോയി കാണുന്ന ആ ഒരു സ്ക്രീനിങ് എന്ന് വെച്ചാൽ ഓക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതല്ല. അദ്ദേഹം അതിന് വേണ്ടി ഡെഡിക്കേഷനായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. അതിന് ആ പ്രിപ്പയർ ചെയ്ത ശേഷം അദ്ദേഹം സ്വയം കൊണ്ട് മനസ്സിൽ ആ ഒരു കഥാപാത്രത്തെ എന്താ പറയുക പലമുറി പലതവണ അദ്ദേഹം തന്നെ എന്താ പറയുക ആ ഓരോ ക്യാരക്ടറിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിൽ അദ്ദേഹം ഒരു രൂപം ഉണ്ടാക്കി ആ രൂപത്തിലുള്ള അദ്ദേഹത്തിനെ ആവാഹിച്ച് അതിലെങ്ങനെ ചെയ്യാമെന്ന് അദ്ദേഹം സ്വയം മനസ്സിൽ ചെയ്തുകൊണ്ട് പഠിപ്പിച്ച് എന്നിട്ടാണ് ഫീൽഡിലേക്ക് വരുന്നത് എന്നാണ് എനിക്ക് തോന്നി. അദ്ദേഹം സിനിമകൾ അങ്ങനെയാണ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരുപാട് രസകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മമ്മൂട്ടി എന്ന ആ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന ആ മനുഷ്യൻ്റെ സിനിമ എന്ന് പറയുന്നത് ഒരു ചെറിയ റോളാണ് പോലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറൈറ്റിയിലേക്ക് കൊണ്ടുവരാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും ആദ്യ ഷോട്ട് മുതൽ അവസാന ഷോട്ട് വരെയും അദ്ദേഹം ഒരു കുഞ്ഞു പിള്ളയെ പോലെ ഇരുന്ന് പഠിക്കും. അതാണ് അവസ്ഥ. പക്ഷെ അതന്നെയാണ് മധു അമ്പാട്ടിൻ്റെ ഈ ഒരു വാക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സിനിമാ ലോകം തന്നെ ഈ വാക്ക് കേട്ട ശേഷം അമ്പരന്ന് പോയിട്ടില്ല. കാരണം ഇത്രയും വലിയൊരു സിനിമയിൽ ഇത്രയും പെർഫോമൻസ് ആയിട്ട് ഓരോ സിനിമ എങ്ങനെയാണ് 18 ദിവസം കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരിക്കലും പറ്റുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് തന്നെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകളുള്ളത് കൊണ്ട് മാത്രം നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല ശരിക്കും അത് ശരിയാണ്. കാരണം ഒരു ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ, ഇപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ എന്തായിരിക്കും മമ്മൂട്ടിൻ്റെ പകരം വേറെ ആളെങ്കിലും എന്തായിരിക്കും ആ സിനിമ അവിടെ നിന്ന് പോയത് തന്നെ. പിന്നെ അതിൽ മമ്മൂട്ടിയും മുരളി എന്ന് പറയുന്നത് രണ്ടും ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. അവരുടെ കോമ്പിനേഷൻ പറഞ്ഞാൽ ഒരു താരത്തിന് നമുക്ക് കൺഫ്യൂഷൻ പറ്റില്ല. കാരണം അത്ര മനോഹരം അവൻ്റെ ബോണ്ടിങ് പറഞ്ഞ ഒരു അടിപൊളിയാണ്. കാരണം മമ്മൂട്ടിയും നമ്മുടെ മുരളിയും പറഞ്ഞ കോമ്പിനേഷൻ എപ്പോഴും ഒരു കിലോയുടെ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവൻ്റെ ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് സീൻസ് ആയിരിക്കും ഏത് മൂവിയാണെങ്കിലും. അപ്പോൾ അമരത്തിൻ്റെ ഈ ഒരു നമ്മുടെ സ്വന്തം ഭരതൻ പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. ഭരതൻ്റെ മൂവി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ലൈഫിനിങ്ങനെ തൊട്ട് പോയില്ലേ നമ്മുടെ അമ്മ സിനിമയായിരിക്കും. പിന്നെ എനിക്ക് ഭരതന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലോഹിദാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മൂവിയും ലൈഫിനെ തൊട്ടുകൊണ്ട് നമ്മൾ ആദ്യം ലൈഫിൽ എന്താണ് നടക്കുന്നത് അതുപോലെ ആ സ്വന്തം അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകളുണ്ട് ഒപ്പിയെടുത്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ട് വയ്ക്കുമ്പോൾ അതിതാണ് എൻ്റെ വീട്ടിൽ തൊട്ട് നടക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. അതിലേക്ക് എത്തിക്കാൻ ഭരതന് ശേഷം പിന്നെ ലോഹിദാസിന് ശേഷം ആയിരുന്നു ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അത് ക്ലാസിക്കൽ മൂവിയൊക്കെയാണ്. ചിലപ്പോൾ അങ്ങനെയല്ല, എല്ലാവരും ഇപ്പോൾ നല്ല രീതിയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭരതൻ കയ്യൊപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു അടിപൊളി സംഭവമാണ്. കാരണം ഭരതൻ്റെ ഒരു വെറൈറ്റി സാധനമാണ്. അന്ന് പിന്നെ ഇതിൻ്റെ പാട്ട് ജോൺസൺ മാഷും പിന്നെ രവീന്ദ്രൻ അവരൊക്കെയാണ് ഈ സോങ് ചെയ്തത്. അതിലും ഈ പറയുന്ന വികാര നൗകയുമായി എന്ന് പറയുന്ന ആ പാട്ടും അതിലെ എന്താ പറയുക അതിൻ്റെ ആ സമയത്ത് ഈ തിരമാലകൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വളരെ ശക്തമായിട്ട് അടിച്ചിങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ എന്നിട്ട് മമ്മൂട്ടിൻ്റെ ഒരു എക്സ്പ്രഷനും ഉണ്ട്. അങ്ങനെ മണ്ണിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആ ഒരു സീൻ പറയുന്നത് ചിലപ്പോൾ ഉള്ളിലുള്ള സങ്കടം അത്രമാത്രം വെമ്പി നിൽക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എന്ന് അത്ര മനോഹരമായിട്ട് ഭരതൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു മൂവിയിൽ അങ്ങനെ ഒരു സീൻ വന്നിട്ടുണ്ടല്ലോ. സ്വന്തം അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകുന്ന എന്താ പറയുക ഈ ചാഞ്ചാട്ടൊന്നും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ വിങ്ങലും എല്ലാം തന്നെ കാണിക്കാൻ ഒറ്റ ഷോട്ട് കൊണ്ട് ആ സിനിമയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഭരതനെ പോലൊരു വലിയൊരു അമാനുഷികനായിട്ടുള്ളൊരു ഡയറക്ടർക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. അതിന് ഒത്ത ഒരു നടനും ഉണ്ടെങ്കിൽ ഈ സിനിമ ഗംഭീരമായും. അതെന്തായാലും മമ്മൂട്ടി ആ ഒരു സീന് എനിക്ക് ആ സിനിമയിൽ പല ഒരു സീനുകളുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സീന് കാണുമ്പോൾ മമ്മൂട്ടി എന്ന ഇല്ലെങ്കിൽ ആ ഒരു മുക്കുവിൻ്റെ ആ ഉള്ളിലുണ്ടാകുന്ന വിങ്ങലുകൾ നമുക്ക് സ്വന്തം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മുടെ കാഴ്ചയിലൂടെ അത് ഇങ്ങനെ തരികയാണ്. അദ്ദേഹം അതിനനുസരിച്ച് കെട്ടിപ്പിടിച്ചിങ്ങനെ ഒരു എക്സ്പ്രഷൻ വിടുന്നുണ്ട്. ഇത് ചിരിച്ചാണോ കരയുകയാണോ എന്നറിയാതെ അതിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ ബ്ലെൻഡിങ് ആയിട്ട് നമ്മുടെ കടൽ തിരമാലകൾ അങ്ങനെ ആക്രോശിച്ചു കൊണ്ടുവരുന്ന തിരമാല അടിച്ചു പോകുന്നുണ്ട്. ആ സീനെ കാണിക്കുമ്പോൾ എൻ്റെ മോനെ എന്തെന്നോ അതിലെ ഒരു വിഷ്വലൈസേഷൻ പറഞ്ഞാൽ അതൊക്കെയാണ്. അമരം ആ സിനിമ ഒരു വളരെ ബെസ്റ്റ് മൂവി എവർ ടൈമാണ്. എനിക്ക് ഭയങ്കര ഒന്നാമത്തെ കാര്യമാണ്. കാരണം അത്രമാത്രം ഗംഭീരം ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ടുള്ള ഡയറക്ടറും ഗംഭീര മൂവീസ് ഗംഭീര മ്യൂസിക് എല്ലാ തരത്തിലും ഗംഭീരമായിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ചൊരു സാധനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മധു അമ്പാട്ടിൻ്റെ ഈ വാക്കുകൾ എപ്പോഴും ഇൻസ്പിറേഷനാണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഇനിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.